ഹായ് ഹലോ നമസ്കാരം. ചുമ്മാവിണ്ടാവിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് എന്നോടൊപ്പം നമ്മുടെ കരുനാഗപ്പള്ളിക്കെല്ലാം ഈ ഒരു പേര് വളരെ സുപരിചിതമാണ്, റജി ഫോട്ടോ പാർക്ക്. അപ്പോൾ സ്വാഗതം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. അപ്പോൾ റജി ഫോട്ടോ പാർക്ക്, ഈ ഒരു പേര് തന്നെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പേരിലേക്ക് തന്നെ ആദ്യം പോകാം. എന്താണ് ഈ ഒരു ഫോട്ടോ പാർക്ക് എന്നത്? അതെ, ഞാൻ യഥാർത്ഥത്തിൽ ഫോട്ടോഗ്രാഫി കൂടിയാണ് ഞാൻ കരുനാഗപ്പള്ളിയിൽ അറിയപ്പെട്ടത്. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ എനിക്കൊരു സ്ഥാപനം തുടങ്ങിയായിരുന്നു, ഫോട്ടോ പാർക്ക്. അതെൻ്റെ ഗുരുനാഥൻ, ഇവിടുത്തെ കുലശേഖരപുരം പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ ജനചന്ദ്ര സാറാണ് അന്ന് ഫോട്ടോ പാർക്ക് എന്ന പേര് എനിക്ക് നിർദ്ദേശിച്ചത്. അദ്ദേഹം എൻ്റെ ഗുരുനാഥനും സുഹൃത്തും എല്ലാമാണ്. അങ്ങനെയാണ് ഞാൻ റജി ഫോട്ടോ പാർക്കാവുന്നത്. ഞാൻ കരുനാഗപ്പള്ളിയിൽ AM ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് എൻ്റെ സ്ഥാപനം 30 കൊല്ലത്തിന് മുമ്പ് ഇപ്പോൾ 30ാമത്തെ കൊല്ലമാണ് ഞാൻ തുടങ്ങിയിട്ട്. അങ്ങനെ റജി ഫോട്ടോ പാർക്ക് ആവുന്നത്. അങ്ങനെയാണ് ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ കലാരംഗത്തും ഇപ്പോൾ രാഷ്ട്രീയത്തിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അതെ അതെ. ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ, അത് ഫോക്കസ് ചെയ്ത് നിലവിൽ നിന്ന് പറയാൻ കാര്യം, ഞാനിപ്പോൾ കരുനാഗപ്പള്ളി നഗരസഭയിൽ 14ാം ഡിവിഷനിലെ കൗൺസിലറും കരുനാഗപ്പള്ളി നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. കാരണം ജനങ്ങൾ തന്ന ഉത്തരവാദിത്വം അത് നിറവേറ്റാൻ വേണ്ടി മനസ്സും ശരീരവും ഇപ്പോൾ അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേര് റജി ഫോട്ടോ പാർക്ക്, ചേട്ടൻ ഫിലിമിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ, ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതും ഒരു കഥയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ സുഹൃത്ത്, ഇപ്പോൾ റിട്ടയർഡ് തെക്കുമ്പം റിട്ടയർഡ് SI ശ്രീ ഗോപൻ, അദ്ദേഹമാണ് എന്നെ ആദ്യമായി സിനിമ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നത്. സംവിധായകൻ തുളസീദാസ് സാറിൻ്റെ സെറ്റിലായിരുന്നു ആ ലൊക്കേഷനിലുള്ള ആദ്യ രംഗപ്രവേശനം. അങ്ങനെ എൻ്റെ കയ്യിൽ എപ്പോഴും എനിക്കൊരു ഫോട്ടോഗ്രാഫി ക്രൈസുള്ള ഒരാളാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തുളസീദാസ് സാറിൻ്റെ മായപ്പൊന്മാൻ എന്ന സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി സ്റ്റിൽ ഫോട്ടോ എടുക്കുന്നത് ഒരു ലൊക്കേഷനിൽ. അങ്ങനെ ഞാൻ ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് സംവിധായകൻ തുളസീദാസ് സാറ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 2ാം തവണ ഞാൻ ലൊക്കേഷനിൽ വീണ്ടും ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ആ ഫോട്ടോ ആവശ്യപ്പെട്ടു. ഏറെ സന്തോഷത്തോടുകൂടി, എനിക്ക് വളരെ സന്തോഷമാണ് ഒരു സംവിധായകൻ വന്ന് താങ്കളെടുത്ത ഫോട്ടോ ആവശ്യപ്പെട്ടത്. വളരെ ആവേശത്തോടുകൂടി ഞാൻ കരുനാഗപ്പള്ളി വന്ന്, അന്ന് ഫിലിമിലാണ്, ഡിജിറ്റൽ സംവിധാനങ്ങളൊന്നുമില്ല, അത് ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ സാറിനെ ഞാനെടുത്ത ചിത്രം കൊണ്ട് കാണിച്ചു. വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, നല്ല ഫോട്ടോയാണ്, നിനക്ക് നല്ല കഴിവുണ്ട്. അങ്ങനെ എന്നെ പ്രശംസിച്ചു. അങ്ങനെ പിന്നെ എന്നെ കണ്ടുകൂട്ടിയപ്പോൾ പറഞ്ഞു, അടുത്ത സിനിമയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നീ ആയിരിക്കണം എൻ്റെ. അങ്ങനെയാണ് എന്നെ തുളസീദാസ് സാറാണ് ആദ്യമായി സിനിമയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴും ഇവിടെ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അവിടെ നിന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് തിരക്കഥാകൃത്തായി, ഡയറക്ടറായി അല്ലേ? അതെ അതെ അതെ, അതെല്ലാം ഒരു ദൈവനിമിത്തം എന്ന് പറയുന്നത് പോലെ. ഇന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പിന്നെ അഭിനയമോഹങ്ങളൊക്കെ കടന്നു വന്നു. അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സിനിമയിൽ തന്നെ കൊച്ചു വേഷങ്ങൾ, അത് തുളസീദാസ് സാറ് തന്നെയാണ് വേഷം നിർദ്ദേശിക്കുന്നത്. കൊച്ചു വേഷങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു സിനിമ നിർമ്മിക്കണം എന്നൊരു മോഹം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയത്. അങ്ങനെ എൻ്റെ സുഹൃത്തായ സജിയും നജിയും ഞങ്ങൾ 3 പേരും കൂടി നിർമ്മിച്ച ചിത്രമാണ് ജൂനിയർ സീനിയർ. മുകേഷിൻ്റെയും കുഞ്ചാക്കോ ബോബൻ. അതെ 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 അതെ, മുകേഷ്, കുഞ്ചാക്കോ ബോബൻ. അവരൊരു നല്ലൊരു മൂവിയാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ കരുനാഗപ്പള്ളിക്കാരനായിരുന്നു അതിന്റെ പിന്നിലൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും വളരെ ഇല്ലായിരുന്നു. അതുകൊണ്ട്
എന്നാലും കരുനാഗപ്പള്ളിക്കാരൊക്കെ അത്യാവശ്യം അത്യാവശ്യക്കാരൊക്കെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. സിനിമ കണ്ട് അങ്ങനെ കരുനാഗപ്പള്ളി ഒരു സിനിമ നിർമ്മിക്കുവാൻ, ഒരു നിർമ്മാതാവാൻ, അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്ത് ചില സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ പോയിട്ടുണ്ട് പലർക്കും. സിനിമ എടുക്കുന്നതല്ല വലുത്, അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. അങ്ങനെയാണ് ഞാൻ ആ സിനിമ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചു പുറത്തു കൊണ്ടുവന്നു. അത്യാവശ്യമായി പടം ഓടി, കുഴപ്പമില്ലാതെ ഓടി. ഓക്കെ, നല്ലൊരു മൂവിയാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുപോലെ പിന്നീടാണോ തിരക്കഥ കൃത്തായതും ഒക്കെ? അതെ. പിന്നെ ഇന്ന സിനിമ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സിനിമയ്ക്ക് കഥ എഴുതണം എന്ന് എനിക്ക് തോന്നലുണ്ടായി. അതെ, ആഗ്രഹങ്ങൾ ഉണ്ടായാലേ വലുതാകൂ, കുറച്ചുണ്ടാകൂ എന്നൊരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴും. അങ്ങനെ എൻ്റെ മനസ്സിൽ സിനിമയ്ക്ക് കഥ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതിയ സിനിമയാണ് ഭാര്യ ഒന്ന് മക്കൾ മൂന്ന്. വിധായകൻ രാജസേന സാറ് ആദ്യമായി നായക വേഷത്തിലേക്ക്, പ്രധാന വേഷത്തിലേക്ക് അഭിനയിച്ച നല്ല കുടുംബ ചിത്രം. സാറിനെ ഒരു ഞാൻ തന്നെയാണ് സാറുടെ വേഷം ചെയ്യണമെന്ന് സാറിനെ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ആ സിനിമ. അതും അത്യാവശ്യം നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു. നല്ലൊരു ഫാമിലി മൂവി തന്നെയായിരുന്നു. അപ്പോൾ രാജസേനൻ സാറുമായിട്ടായിരുന്നു ആ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് അദ്ദേഹമായിട്ടുള്ള വിശേഷങ്ങൾ, ഓർമ്മകളൊക്കെ? അതും സേന സാറിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചില്ലായിരുന്നു, ഈ ഫോട്ടോ എടുക്കുന്നൊരു വലിയ അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് സേന സാറ് എന്നോട് ചോദിച്ച് ആരാണ് ആ ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കുന്നതെന്ന് പ്രൊഡക്ഷൻ കൺട്രോളിനോട് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇങ്ങനെ അറിയില്ല, അന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സേന സാറ് എന്നെ വിളിപ്പിച്ചു. അങ്ങേട്ടാ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു റെജീനാണ്, അങ്ങനെ ഫോട്ടോ. ഇതുപോലെ തന്നെ അദ്ദേഹവും ഫോട്ടോ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സൗഹൃദം വലിയൊരു ബന്ധത്തിലേക്ക് തുടക്കം കുറിച്ചു. അങ്ങനെ എഴുതപ്പോഴാണ് പിന്നെ ഞങ്ങൾ സാറിൻ്റെ എല്ലാ പടത്തിലും അദ്ദേഹം തന്നെ എന്നെ പൂജയ്ക്ക് വിളിക്കും, ഞാൻ പോകും. എല്ലാ പടവും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പടങ്ങളിലും ഞാൻ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. അങ്ങനെ വലിയ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ വലിയ സൗഹൃദമുണ്ടായിരുന്നത്. ഈ പറഞ്ഞ എൻ്റെ തുളസി സാറിനെ പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിത്വമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഞാനൊരു ദിവസം ഈ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന് പറഞ്ഞ സിനിമയുടെ കഥ അതാണ് ഞാൻ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയായിട്ട് ചെല്ലുമ്പോൾ ഞാനൊരു ഡയറക്ടറെ അടുത്ത് ഞാൻ ഒരു കഥയുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കഥയെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അത് സ്വാഭാവികമായിട്ട് അത് അങ്ങനെ സിനിമ വെച്ചാൽ നമ്മളറിയാവുന്ന ഒരാളുടെ കഥയുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറയാനുണ്ട് കഥയുണ്ട്. നമ്മുടെ മനസ്സിൽ പിന്നെ അവൻ കഥ എഴുതുന്നു, എന്തോ കഥയാണ് മനസ്സിലായി. പക്ഷേ അവരിലുണ്ട്, അവർ ചിലപ്പോൾ നല്ല സബ്ജക്റ്റ് ഉണ്ട്. ഞാനങ്ങനെ വിളിച്ച് പരിചയപ്പെട്ട സംഭവത്തെക്കുറിച്ച് അത് പിന്നെ പറയാം. അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ ഒരു കഥ വന്നിട്ടുണ്ട്, എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട് അതൊന്ന് കേൾക്കാവോ? ആ ശരി, നീ ട്രിവാൻഡ്രത്ത് എന്നാണ് വരുന്നത്? അന്നേരം എൻ്റെ ഒരു ക്യാമറാമാൻ്റെ വിവാഹം ഉണ്ടായിരുന്നു. എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ട്രിവാൻഡ്രത്ത് എത്തുമോ? ഞാൻ പറഞ്ഞു എത്തുമോ, ഞാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, നമുക്ക് ട്രിവാൻഡ്രത്ത് ചെയ്യണം. ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് വിവാഹം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ തന്നെ റൂമെടുത്ത് ഇങ്ങനെ കഥ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഈ ഭാര്യ ഒന്ന് മക്കൾ മൂന്നിൻ്റെ കഥ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. എൻ്റെ കഥയാണെന്നുള്ള രീതിയിലല്ല പറഞ്ഞത്, ഇങ്ങനെ കഥ പറഞ്ഞു. ഈ കഥ കേട്ട് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഞാൻ കൊള്ളാം, നല്ലൊരു കഥയാണ് കേട്ടോ, നല്ല സബ്ജക്റ്റ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട് എന്ന് എൻ്റെ പ്രൊഡ്യൂസർ. ഞാൻ പറഞ്ഞ് അല്ല കഥ ഇഷ്ടപ്പെട്ടു, ആ കഥ ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ ഒരു രാത്രിയിൽ എന്നെ വിളിക്കുന്നു, ഒരു 11-12 മണിയായപ്പോൾ എന്നെ വിളിക്കുന്നു. റജി പിന്നെ അതിനകത്ത് ആ കഥാപാത്രം എങ്ങനെ? ഞാൻ ചോദിച്ചു രാത്രി 11:30 എന്ത് കഥയുടെ എന്ത് ചോദിക്കുന്ന കാര്യം എന്താ ചോദിച്ചു. അതുപോലെ എൻ്റെ ഇവിടെ ഭാര്യയുണ്ട്, ഞാൻ ബെഡ്റൂമിലാണ്. എന്നിട്ട് ഈ കഥ ഞങ്ങൾ ഭാര്യയായിട്ട് ഞങ്ങൾ പങ്കുവെച്ചപ്പോൾ ചെറിയൊരു ചെറുക്ക് വന്ന് ഒന്ന് ചെയ്യാൻ വേണ്ടി അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ചോദിച്ചെന്താ? അല്ല ഈ പറഞ്ഞപ്പോൾ ഭാര്യയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കഥ പിന്നെ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത്. അതും അദ്ദേഹത്തിൻ്റെ തിരക്കഥയാണ്. തിരക്കഥ അദ്ദേഹം കൂടെ ആയപ്പോഴത്തേന് സിനിമ നല്ല ഒരു ഭംഗിയായിരുന്നു. അങ്ങനെ സേന സാറുമായിട്ട് അങ്ങനെ ഒരു വലിയ ബന്ധം ഉണ്ടായി. പിന്നെ ഇതുപോലെ തന്നെ ഒരു യാത്രാമധ്യയിലാണ് സാർ ഇങ്ങനെ മുണ്ടുമൊക്കെ കൊടുത്തുകൊണ്ട് വരുന്നത്. കാരണം ഞാൻ കാണുന്നത് നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നത്.
ദിവസം ഞാൻ എറണാകുളത്തോട്ട് പോകാൻ നേരത്ത് വഴിയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടി. ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട്, ഞാൻ ആലപ്പുഴ, ഞാൻ എറണാകുളത്തോട്ട് പോവാം. അത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ നിൻ്റെ നാട്ടിലോട്ട് എത്തിയോ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ കൃഷ്ണപുരം എത്തിയെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല കസവും മുണ്ടും ഒക്കെ കൊടുത്ത് നല്ലൊരു പയ്യൻ. എന്താ ഞാൻ പറഞ്ഞ് എന്തായാലും ഒരു ഉച്ച സമയമായി. ഞാൻ കാപ്പി കുടിച്ചോ? അല്ല കാപ്പി കുടിച്ചില്ല, ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളൂ ഉണ്ടാകാനായിട്ട്, അരമണിക്കൂറുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞു ഇനിയിപ്പം സാറ് യാത്രാ മധ്യയിൽ വിളിക്കും ഭക്ഷണത്തിൻ്റെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇത് കഴിക്കാനുള്ള ഒരു സ്നേഹം ഞാൻ കണ്ടുകൊടുക്കാം. ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സാർ ഒന്നും ഞാൻ പറയുമ്പോൾ വന്നെങ്കിൽ ഇന്ന് യാത്ര ഞാൻ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്ത് തിരിച്ച് അന്ന് മദീസ് കിച്ചണിൽ അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് അന്നേരം അത് 12 വരെ ആയുള്ളൂ, ഭക്ഷണമൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ. അങ്ങനെ മദീസ് കിച്ചണിലിരുന്നാണ് വീണ്ടും ആ കഥയെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്ത് സമയം ഭക്ഷണം വരാനുള്ള സമയം വരെ ഇരുന്ന് നിങ്ങൾ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഭാര്യ 1 മക്കൾ 3 അതും ഈ പറഞ്ഞ എൻ്റെ എൻ്റെ ചുറ്റുപാടിലുണ്ടായ കഥയാണ്. അത് ഇതുപോലെ തന്നെ ഞാൻ ഒരു വീട്ടിൽ എൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചിയുടെ ആങ്ങള മരണപ്പെട്ടു. ഞാൻ വീട്ടിൽ വിളിച്ച് വൈഫ് ഹൗസിലാണ്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞല്ലേ അവിടുത്തെ ചേച്ചിയുടെ ബ്രദർ മരണപ്പെട്ടു. ഞാൻ അവിടെ അദ്ദേഹം ഗൾഫിലാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പെട്ടെന്ന് വീട്ടിൽ വന്ന് അമ്മയും കുട്ടിക്കൊണ്ട് മരണ വീട്ടിൽ ചെന്നു. അന്ന് സൗദി വെച്ചാണ് ചേട്ടൻ മരിക്കുന്നത്. അന്നത്തെ ഈ സൗദിയിൽ നിന്ന് വെച്ചൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബോഡിയൊക്കെ വരണം 3-4 ദിവസം അന്നങ്ങനെയാണ്. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഞാൻ ഈ കാണാൻ പറ്റുന്നത് അന്ന് അലമുറയിട്ട് കരയുന്ന 2 മോളുമാർ. ഞാൻ ഭയങ്കര ഫീൽ ചെയ്തു. മോളുമാർ ഇങ്ങനെ കിടന്ന് കരയുന്നു. അന്നേരം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. അന്നേരം അവിടെ അച്ഛനും വൈഫൊക്കെ മക്കളും എല്ലാവരും അറിഞ്ഞു. ഞാനിത് ഇപ്പോൾ 2 നേരം ഞാൻ കൂടുതൽ ഉണ്ടാകാൻ കാരണം ഈ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന് പട്ടാളത്തിൽ നിന്ന് മിലിറ്ററിയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ പോവുകയാണ്. ആ ഗൾഫിൽ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? 2 മോളുമാരാണ്. അച്ഛൻ ആ ഗൾഫിൽ 2ാമത് പോയതിൻ്റെ ആ മക്കളുമാരെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള സമ്പത്തിന് വേണ്ടിയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, സത്യമാണ്. ഞാനത് പിന്നെ ചോദിച്ചത് എന്താണ്, പിന്നെ ചേട്ടൻ റിട്ടയർഡായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റല്ലേ എല്ലാവരും മിലിറ്ററിയിൽ നിന്ന് വരുമ്പോൾ റെസ്റ്റല്ലേ ആവശ്യം. അന്നേരം ആ അച്ഛൻ്റെ മനസ്സിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മക്കളുമാരുടെ വിവാഹമാണ് മനസ്സിൽ വന്നത്. ഫാമിലി അതിനുവേണ്ടി ഗൾഫിൽ പോയതാണ്. ആ ബോഡി വന്നത് 4 ദിവസം കഴിഞ്ഞാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ പിന്നെ ഒരു മാറ്റം ഉണ്ടാകുമല്ലോ, ഒരു മറവി നമുക്ക് ആവശ്യമാണല്ലോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ എഴുതിയെടുത്തു, ഇങ്ങനെ ഒരു ഗൾഫിൽ പോകുന്ന ഒരച്ഛൻ, ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇവിടെ ഈ സെൻസാറിൻ്റെ ഈ ഭാര്യ 1 മക്കൾ 3 ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ അച്ഛൻ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഉള്ള കിട്ടുന്ന ശമ്പളം എല്ലാം അങ്ങ് ദൂരത്തടിച്ച് അവരെ സന്തോഷിപ്പിക്കുകയാണ്. പക്ഷേ മക്കളുടെ വിവാഹം മനസ്സിൽ ഓർക്കാതെ തന്നെ സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോയ ഒരച്ഛൻ. അദ്ദേഹം പിന്നെ സുഹൃത്ത് വഴി ഗൾഫിൽ പോവുകയാണ്. അവിടെ വെച്ച് ഗൾഫിലിരുന്നപ്പോഴും പുള്ളിക്ക് ജോലി ചെയ്യുന്നതൊക്കെ ഇവിടെ മക്കളുമാരെയും ഭാര്യയും സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ അവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ അവർക്കുള്ള പിന്നെ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം അവിടെ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ മക്കളുമാരെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരാനിരിക്കുന്ന തലേ ദിവസം അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് മരണപ്പെടുകയാണ്. ആ സിനിമയിലെ കഥ. അന്നേരം അത് അവിടെ ആ സുഹൃത്ത് ഭാര്യയോട് പറയാനുള്ള ഒരു വിഷമം കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനോട് വന്ന് പറയാതെ വന്ന് അവിടെ വന്ന് കാര്യങ്ങൾ പറയുന്നതും, ഇവിടെ വരുമ്പോൾ അപ്പൂപ്പൻ സെൻസാറിൻ്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ ഒരുക്കുകയാണ് എന്നുപോലെ അച്ഛനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പും അപ്പൂപ്പൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. അതാണ് ആ സിനിമയിലെ വലിയ ഒരു ഹൈലൈറ്റ്. എന്നുവെച്ചാൽ ഇവർ അച്ഛൻ ഈ പിണക്കമായിരുന്നു. അതാണ് ഓർമ്മയുണ്ട് സിനിമ. എന്ന് വെച്ചാൽ അച്ഛന് പിണക്കമായതുകൊണ്ട് ഇവിടെ ഇവർ മാറി താമസിക്കുകയാണ്. പക്ഷേ സ്വന്തം അതായത് ഈ നായകൻ്റെ മക്കളുമാരെ അച്ഛൻ പിണക്കമാണെങ്കിലും അപ്പൂപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ ഈ കൊച്ചുമക്കളെ പറഞ്ഞിട്ടുണ്ടായിട്ടാണല്ലോ അമ്മൂമ്മയെ അപ്പൂപ്പൻ്റെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെ ഒരുക്കുന്നത്. മരണം വാർത്ത പറയാൻ വന്നപ്പോൾ ആ അച്ഛൻ പറയാൻ പറ്റുന്നില്ല,
സ്വന്തം മകൻ മരിച്ച കാര്യം ഭാര്യയോട് പറയാൻ പറ്റാത്ത വേദനാപരമായ രംഗങ്ങളായിരുന്നു ആ സിനിമ. അത് നല്ലൊരു മൂവിയായിരുന്നു. എനിക്ക് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എനിക്ക് തോന്നുന്നു സെൻസാറിൻ്റെ ഒരു നല്ല ചിത്രമായിരുന്നു അത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റജി ഫോട്ടോ പാർക്ക് എന്ന പേര്, അതുപോലെ തന്നെ റജി പ്രഭാകർ, ഒരാൾക്ക് രണ്ടുപേരോ? അതിപ്പോഴും പലരും ചോദിക്കാറുണ്ട്. കാരണം അന്ന് ഈ സ്റ്റുഡിയോ തുടങ്ങിയ റജി ഫോട്ടോ പാർക്ക് എന്നാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ഗോപിക 2 പേരല്ല, എനിക്ക് 3 പേരാണ്. അത് അങ്ങനെയുണ്ട്. അതായത് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അന്ന് റജി ഫോട്ടോ പാർക്കാണെങ്കിൽ അന്ന് റജി, പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഫോട്ടോ പാർക്ക് ചിലർക്ക് അറിയാതെ വന്നു എന്താണ്. പിന്നെ അതിനുത്തരം പറയേണ്ടി വരുന്നുണ്ട്. റജി കരുനാഗപ്പള്ളി നിന്ന് ഇട്ടായിരുന്നു. അങ്ങനെ റജി കരുനാഗപ്പള്ളി നിന്നാണ് രാഷ്ട്രീയത്തിൽ പിന്നെ വന്നത്. പിന്നെ ടി ആർ റസാക്കയാണ് സിനിമയിൽ ഇതിനെല്ലാം മാറ്റിക്കൊണ്ട് റജി പ്രഭാകരൻ എന്ന് പേരിട്ടത്. റസാക്കയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സിനിമയിൽ ഇപ്പോൾ റജി പ്രഭാകരനും, രാഷ്ട്രീയത്തിൽ റജി കരുനാഗപ്പള്ളി നിന്ന് ഇപ്പോൾ മാറ്റി റജി ഫോട്ടോ പാർക്കായി. ഓക്കെ. അതിനുശേഷമാണ് പിന്നെ മറ്റൊരു മൂവി ഡയറക്റ്റ് ചെയ്തു അല്ലേ? അതെ 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 അതെ. അതും എൻ്റെ കഥ തന്നെയാണ്. സുഖമായിരിക്കട്ടെ എന്നൊരു സിനിമയാണ്. അതും എൻ്റെ തന്നെ കഥയാണ്. അതിലും വലിയൊരു കഥയുണ്ട്. ആ കഥ സംവിധാന രംഗത്തെത്താൻ എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ടി എ റസാഖ് എന്ന തിരക്കഥാകൃത്താണ്. റസാഖടുത്ത് തുളസിദാസ് സാറ് വഴിയാണ് ആ ബന്ധം ഉണ്ടായത്. അങ്ങനെ റസാഖടുത്ത് ഞാൻ ഈ കഥ പറയുകയും റസാഖയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന സിനിമ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, നന്മയുള്ള, പ്രത്യേകിച്ച് മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ ആ സിനിമ കണ്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെ മക്കളുമാർ മാതാപിതാക്കളെ വിട്ട് ഇറങ്ങിപ്പോകരുതെന്നുള്ള ഒരു വലിയ നിർദ്ദേശവും അതിൽ കൂടി ഒരു മതമൈത്രി സന്ദേശവും ആ സിനിമയിലുണ്ട്. അങ്ങനെയാണ് ആ സിനിമ റസാഖടുത്ത് ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തിരക്കഥ എഴുതിയാൽ ഒരു നിർദ്ദേശവും കൂടി എന്നോട് വെച്ചു, ഞാൻ തിരക്കഥ എഴുതണമെങ്കിൽ നീ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ഒരു സംവിധായകനാക്കിയത് ടി ആർ റസാഖാണ്. ഈ ഒരു കഥയിലേക്ക്, ചേട്ടൻ്റെ തന്നെ കഥയല്ലേ ഇത്? അതെ. അപ്പോൾ ഒരു കഥയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമ നിർമ്മിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഒത്തിരി കഥകളുണ്ട്. ആ ചുറ്റുപാടിലുണ്ടാകുന്ന ഓരോ വിശേഷങ്ങളും കോർത്തിണക്കിയാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭങ്ങളും കോർത്തിണക്കിയാണ് ഞാനൊരു കഥ സൃഷ്ടിക്കുന്നത്. ഈ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ കഥ എങ്ങനെ ഉണ്ടാക്കി എന്ന് ഗോപിക ചോദിച്ചപ്പോൾ അതിനുത്തരം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഞാനൊരു യാത്രാമധ്യേ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്യുകയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ എൻ്റെ വീട്ടിൽ വരണം, ഒരു വിശേഷമുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിന്ന് തിരുവനന്തപുരത്താണ്, ഞാൻ ഇന്ന് രാത്രി തിരിക്കും, കുഴപ്പമില്ല, ഞാൻ ഉച്ചയ്ക്ക് അവിടെ ഉണ്ടായിരിക്കും, സൺഡേ ആയിരുന്നു, ഞാൻ തിരിക്കുമെന്ന് പറഞ്ഞു. എന്താ വിശേഷമെന്നോ അത് ചോദിച്ചതുമില്ല. ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ് എന്തെങ്കിലും വിശേഷം കാണുമല്ലോ, ചിലപ്പോൾ ഒരു പക്ഷേ ബർത്ത്ഡേ ആയിരിക്കാം, എന്തെങ്കിലും വിശേഷം കാണുമെന്ന് വിചാരിച്ച് ഞാൻ ഉച്ചയ്ക്ക് വന്ന് വീട്ടിൽ വരികയും, തൊട്ടടുത്ത് തന്നെ, ഇതിൻ്റെ പരിസരം തന്നെയാണ് ഈ സ്ഥലവും, എൻ്റെ റേഡിയോയുടെ പരിസരം തന്നെയാണ് കേട്ടോ. അവിടെ വന്ന് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴും ഒരു 10-50 പേരടങ്ങുന്ന ഒരു കുഞ്ഞി ചടങ്ങ് ആ വീട്ടിൽ നടക്കുന്നു. ആ വീട്ടിൽ യഥാർത്ഥത്തിൽ ആ ചടങ്ങ് നടത്തണമെങ്കിൽ 50 അല്ല, 500 അല്ല, 50,000 ആൾക്കാർ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങാണ്. ഒരു വിവാഹമായിട്ട് നടന്നത്. ആ വിവാഹം നടക്കുന്നത് ആ വീട്ടിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം ഒരു മകളെ നിക്കാഹ് ചെയ്ത് കൊടുപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചെലവിൽ. പക്ഷെ എനിക്ക് മനസ്സിലായി, സാധാരണ ഒരു മുസ്ലിം ചടങ്ങിൽ ആ വരന് വാപ്പയാണ് കൈ പിടിച്ചു കൊടുക്കുന്നത്. മുസ്ലിം ചടങ്ങ് അങ്ങനെയാണ് കൈ പിടിച്ചു കൊടുക്കുന്നത് നിക്കാഹ് സമയം. പക്ഷേ എന്നെ ക്ഷണിച്ച എൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മദ്യത്താണ് ഇരുന്നത്. അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമല്ല എന്ന്. അന്ന് നിക്കാഹ് സമയം നടന്നുകൊണ്ടിരുന്നപ്പോൾ, ദുആ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും ഇങ്ങനെ
ആ പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേർന്നു. ആ ഭാഷ എനിക്ക് വശമില്ലെങ്കിലും നന്മയുടെ ഭാഷയാണെന്ന് ഒരു ചെല്ലുന്നത് അങ്ങനെയാണല്ലോ, നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഞാൻ കൂടെ ചേർന്ന് നിന്നപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത്, ഇപ്പോൾ അദ്ദേഹം ഇല്ല, കോഹിനൂർ ബേക്കറിയുടെ ഉടമ ഒക്കെയാണ് എൻ്റെ ചേർന്ന് നിന്നത്. ഞാൻ ചോദിച്ചു എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. എനിക്കെല്ലാം കഴിഞ്ഞ് സാദിക്ക കോഹിനൂർ ഉടമ സാദിക്കയാണ് എൻ്റെ ഉടമ. ഞങ്ങൾ അതിൽ അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയൊക്കെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. സുഹൃത്തുക്കളിൽ 2-3 പേര്, പിന്നെ ബഷീർക്ക, അങ്ങനെ ഞങ്ങൾ 2-3 പേരെ വിളിച്ചിട്ടുള്ളൂ. ബഷീർക്ക, സാദിക്ക, എന്നെ. ഞാൻ ആ ഭക്ഷണമൊക്കെ അന്നേരം നിക്കാഹെല്ലാം കഴിഞ്ഞ് ബൊഫേ ആയിരുന്നു. കുറച്ച് വിരളമായ ആൾക്കാരെ ഉണ്ടായതുകൊണ്ട് പ്ലേറ്റ് എടുത്ത് ഭക്ഷണം എടുത്ത് കസറിയിട്ട് മാറിയിലും ചോദിച്ചപ്പോൾ സാദിക്ക പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകളല്ല, അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ പോയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു മകളുടെ വിവാഹം. അതുകൊണ്ട് അദ്ദേഹം വേറൊരു മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഇപ്പം തന്നെ എനിക്ക് പറയുമ്പോൾ തന്നെ ശരിയാണ്, അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാരെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഫീലിംഗ് ആണിത്. ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലാർക്കും ഇപ്പൊ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ. 18 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ കുട്ടികൾ 18 വയസ്സാകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട് എന്ന് കരുതിയിട്ട്, പ്രണയം തെറ്റാണ് എന്നല്ല പറയുന്നത്, പ്രണയം നല്ലതാണ്. പക്ഷേ എങ്കിൽ തന്നെയും മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് പോലെ പോകണം ഏതൊരു രക്ഷകർത്താവും ആഗ്രഹിക്കും. മകൾ പ്രണയിക്കുന്നു തെറ്റല്ല, പക്ഷെ അവരുടെ മനസ്സിൽ സങ്കല്പങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെ കൊച്ചു സമയത്ത് വളർത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ എനിക്ക് മകളില്ല, എനിക്ക് സഹോദരിയുമില്ല. പക്ഷേ എങ്കിലും ആ അച്ഛൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിലുണ്ട്, അവളെ പഠിപ്പിച്ച് വലുതാക്കി നല്ല നിലയിലെത്തി ഒരു നല്ല പയ്യനെ കണ്ടെത്തി വിവാഹം കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ 4 ആളെ അറിഞ്ഞ് വീട്ടിൽ പന്തലിട്ട് എല്ലാം വിളിച്ച് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് നിക്കാഹാകുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമാണ്. അന്ന് ആ അച്ഛൻ്റെ മനസ്സിൽ അന്നേരം ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ നടുക്കിയിരിക്കുന്നു എൻ്റെ ഇക്ക, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുന്നു. കണ്ണിൽ ഇങ്ങനെ തീയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ, കണ്ണ് നിറയുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ നടുക്കിരിക്കുന്ന ആ പിച്ച ഒരു സ്വപ്നം കാണുന്നുണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ മകളെ എനിക്ക് കൈ പിടിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള അത് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഞാനൊരു സിനിമയാക്കുമെന്ന് പറഞ്ഞു. അന്ന് സാദിക്കായോടും ബഷീർക്കായോടുമാണ് ഞാനത് പറഞ്ഞത്. ഇതൊരു സിനിമയാക്കണം. ഇത് സമൂഹത്തിന് വലിയ സന്ദേശം കൊടുക്കുന്നതാണ് കാര്യം. ഒരു മക്കളുമാരും മാതാപിതാക്കളെ ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായിരിക്കാം. പക്ഷെ മക്കളെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആ 4 ചുവരിലും അകപ്പെട്ട് അവർ മറ്റുള്ളവരൊക്കെ ചോദിക്കുന്ന ഉത്തരവൊന്നും പറയാതെ പിന്നെ അവർ അവരുടെ ജീവിതം വളരെ വിഷമത്തിലായിരിക്കും. കുത്തുവാക്കുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തത്, അതൊക്കെ സ്വാഭാവികം ഉണ്ടാകും. അത് ഒത്തിരിയും എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ മക്കളുമാർ പോയി കഴിയുമ്പോൾ അവരങ്ങ് വാർദ്ധക്യത്തിലേക്ക് പോകും. നല്ല യൗവനമായിട്ടിരിക്കുന്ന രക്ഷകർത്താവ് വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ കഥ കഥ എഴുതി ഞാൻ റസാക്കാട് ഞാൻ പറഞ്ഞു. അത് പിന്നെ അതിനകത്തൊക്കെ വ്യത്യസ്തമുണ്ടായേ. ഇതൊരു എലമെൻ്റെന്നേ ഉള്ളൂ, മനസ്സിലായത്. അത് ത്രെണ്ടെന്നേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് വ്യത്യസ്തമായി കഥ എഴുതിയപ്പോൾ വളരെ എഴുതി. പിന്നെ തിരക്കഥ റസാക്കയുടെ കൈ കിട്ടിയപ്പോൾ അതിനേക്കാൾ മനോഹരമാക്കി. ഒത്തിരിയും കുടുംബ ചിത്രങ്ങൾ ഒത്തിരി സന്ദേശങ്ങൾ ചെയ്ത ഒരു തിരക്കഥാകൃത്താണ് ടി ആർ റസാക്ക. കണാക്കിനാവ്, പെരുമഴക്കാലം, അങ്ങനെയൊക്കെയുള്ള പിന്നെ ബസ് കണ്ടക്ടർ, മമ്മൂക്കാട് തന്നെയും വിഷ്ണുലോകം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ വിഷ്ണുലോകം. അതിൽ ഇത്തരം നല്ല നന്മയുണ്ട്. പെരുമഴക്കാലം അതിനേക്കാളും നന്മയുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ കണാക്കിനാവിൻ്റെ വേറൊരു പ്രശ്നമാണ് ഈ സുഖമായിരിക്കട്ടെ, മനസ്സിലായ ജാതിക്കും മതത്തിനും ഒക്കെ ആൾക്കാരിങ്ങനെ എന്തിനും ജാതിയും മതവും പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക്
നീങ്ങിക്കൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും ജാതി മതം. ഇപ്പം തന്നെ ഒരു ഇഷ്യൂസ്, സിനിമയിൽ തന്നെ ഒരു ഇഷ്യൂസ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വീണ്ടും നമ്മളിലൊക്കെ വേറും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാകി പോകുന്നു എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ റസാക്ക അത്രയും ആ ഒരു വലിയ ഒരു പ്രതിഭ, നീ സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ വലിയ അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു മൂവിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാടെടുത്ത് സ്കൂളുകളിലുമൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഈ ഒരു മൂവി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ 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 ശരിക്കും അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. വലിയ അംഗീകാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചതും അത് തന്നെയായിരുന്നു. മക്കളുമാരെ കാണിക്കാൻ വേണ്ടിയാണ് ആ സിനിമ. എനിക്കത് ദൈവനിശ്ചയം പോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അത് ഏറ്റെടുത്ത് കുട്ടികളെ കാണിക്കണം എന്നുള്ള ഒരു ഉത്തരവ് വിദ്യാഭ്യാസ ഡയറക്ടർ തന്നപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റിയല്ലോ. ഒരുപക്ഷെ ഒരു തിയേറ്ററിൽ കൂടി വന്നാൽ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം 100, 200 പേരായിട്ട് കാണത്തുള്ളൂ. പക്ഷേ ഒരു വിദ്യാലയത്തിൽ കാണുമ്പോൾ 10,000, 2,000, 3,000 കുട്ടികൾ ആ സിനിമ കണ്ടിറങ്ങുമായിരുന്നു. കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളുമാർ എന്നെ ചേർത്ത് പിടിച്ച്, എനിക്കതൊക്കെ എൻ്റെ മനസ്സിൽ ഇനി എത്രയൊക്കെ സിനിമ ചെയ്ത് കഴിഞ്ഞാലും അതുപോലൊരു എനിക്ക് സിനിമ അങ്ങനെ മക്കളുമാർ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഉണ്ടാകാൻ പറ്റുമോ എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. മക്കളുമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് അധ്യാപകരൊക്കെ പറഞ്ഞേക്കുന്ന ഒരു കൗൺസിലിംഗ് ക്ലാസ്സിനേക്കായി മഹത്തരമാണ് അത്. മക്കൾക്ക് കൊടുത്ത വലിയൊരു ഉപദേശമാണ്, ഒരു നിർദ്ദേശമാണ് എന്നു പറഞ്ഞു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ എല്ലാ സ്കൂളുകളിലും, അങ്ങനെ കേരളത്തിലെ ഇത് വലിയൊരു പ്രയത്നമാണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാണുന്ന സിനിമ അങ്ങനെ ചുമ്മാ വെറുതെ കാണിക്കാനൊന്നും പറ്റത്തില്ല. അവരും നല്ല സിസ്റ്റത്തോടുകൂടി നല്ല സൗണ്ട് സിസ്റ്റമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇമോഷണൽ സീനൊക്കെ കാണണമെങ്കിൽ അങ്ങനെ വേണം. അങ്ങനെ വെച്ച് മെനക്കെട്ടാൽ അങ്ങനെ ഒത്തിരി സ്കൂളുകൾ കൊല്ലം ജില്ലയിലെയും ആലപ്പുഴയിലും എറണാകുളത്തേക്ക് ഒത്തിരി സ്കൂളുകളിൽ ആ സിനിമ കാണിച്ചു. കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കണ്ടൻ്റ് അല്ല ഉള്ളത്, അതിനകത്ത് 2-3 കണ്ടൻ്റുണ്ട്. അതിനകത്ത് ജാതിയും മതവും അതിനെതിരെയുള്ള ഒരു വികാരങ്ങൾ തന്നെ അതിനകത്തുണ്ട്. മനുഷ്യനാണ്, അല്ലാതെ ജാതിയും മതമൊന്നുമല്ല എന്ന് കാണിക്കുന്ന ഇത്രയും കണ്ടന്റ് റസാക്കയുടെ ഈ പെരുമഴക്കാലം എന്ന് പറഞ്ഞു. പെരുമഴക്കാലത്തിൻ്റെ അറിയാമല്ലോ, അതിനകത്ത് ആ സ്നേഹമാണ്. അതിനകത്തൊരു കാവ്യയോട് കാണിക്കുന്ന, അതായത് തൂക്കുമരത്തിൽ കയറ്റാൻ പോകുന്ന എന്ന് പറഞ്ഞതുപോലെ അതുപോലൊരു നല്ല സബ്ജക്റ്റായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ഫാമിലിയെ കുറിച്ച് ഒന്ന് ചോദിക്കാം. ഫാമിലി, വീട്ടിലാരൊക്കെ ഉണ്ട്, എന്തൊക്കെ ചെയ്യുന്നു? എനിക്ക് എൻ്റെ ഭാര്യ സന്ധ്യ ഹൗസ് വൈഫാണ്. എൻ്റെ മക്കളുമായി 2 ആൺമക്കളാണ്. ഒന്ന് ആരോമൽ, ഒന്ന് അമൂല്. ആരോമൽ ബിടെക് പഠിച്ച് ഇപ്പോൾ ഇറങ്ങി. അമൂല് TTC ഇപ്പം ഫസ്റ്റ് ഇയറാണ്. അപ്പോൾ അച്ഛന് ഇതുപോലെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്താണ് മക്കളുടെ ഒരു അഭിപ്രായമൊക്കെ? അത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഒന്നിനും തടസ്സമല്ല, വൈഫിന് ഒന്നും തടസ്സമല്ല, ഇഷ്ടമാണ്. പക്ഷേ സിനിമയല്ലേ, സിനിമയെന്ന് പറയുമ്പോഴത്തേന് പ്രത്യേകിച്ച് നിർമ്മാണ രംഗത്തേക്ക് പോകുമ്പോൾ സാമ്പത്തികം എന്നത്, ഞാൻ സിനിമ നിർമ്മിക്കുന്നതിന് മുമ്പ് ഞാൻ സീരിയൽ നിർമ്മിച്ചൊരു വ്യക്തിയും കൂടിയാണ്. അന്ന് ദൂരദർശനിൽ ഒട്ടനവധി സീരിയൽ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. അത് സാമ്പത്തിക നേട്ടങ്ങളും കോട്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അന്നേരം നേട്ടങ്ങളുണ്ടാകുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ഇഷ്ടമായിരിക്കും, കോട്ടങ്ങൾ സംഭവിക്കുമ്പോൾ വിഷമമാണ്. പക്ഷേ ഇപ്പോൾ ഈ സുഖമായിരിക്കട്ടെ എന്ന സിനിമ സാമ്പത്തികമായി വലിയ നേട്ടമല്ല ഉണ്ടായത്. പക്ഷേ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായത്. ഒരു സന്തോഷമാണ്. എനിക്കത്ര അതുപോലുള്ളൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതുകൊണ്ട് ആ സാമ്പത്തിക നഷ്ടം എനിക്ക് വലിയ നഷ്ടമായി തോന്നിയില്ല. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവില്ല, വിഷമങ്ങളും ഉണ്ടാകും. അങ്ങനെ സമ്മിശ്രമായി പോകുന്നതാണല്ലോ നമ്മുടെ ജീവിതം. അതെ. പിന്നെ ഇത് സിനിമ ഇപ്പോഴും ഞാനിപ്പം ചെയ്യാൻ പോകുന്ന സിനിമയും ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. അത് എനിക്കത് അടുത്തുനിന്ന് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒക്ടോബർ 20-ാം തീയതിയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. മൂവിയുടെ പേര് നിശ്ചയിച്ചിട്ടുണ്ടോ? പുതുതായിട്ട് അപ്കമിങ് മൂവിക്ക് നിശ്ചയിച്ചിട്ടുണ്ട്.
അത് ഞാൻ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്തിട്ടില്ല. ചെയ്യാത്തോണ്ട് ഞാൻ ആ പേര് ഞാൻ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്യാം. അതും അതിന്റെ തിരക്കഥാകൃത്ത് റഫീഖ് അഹമ്മദാണ്. റഫീഖ് അഹമ്മദ് ഗാനരചയിതാവ്. റഫീഖാണ് അതിന്റെ തിരക്കഥാകൃത്ത്. മനോഹരമായ ഒരുപാട് പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച്, അപ്പോൾ തീർച്ചയായും അതൊരു മനോഹരമായ തിരക്കഥയും ആയിരിക്കും, ഒരു മൂവി ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ. അത് എനിക്ക് റസാക്ക, അതാ ഞാൻ പറയില്ലേ, റസാക്ക എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വേറെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ കൊടുത്തി എന്നുള്ള വലിയ സന്തോഷം കൂടെ ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുക. അങ്ങനെ റഫീഖ എൻ്റെ അടുത്ത് ഈ കഥ റഫീഖ അടുത്ത് പറഞ്ഞപ്പോൾ റഫീഖയ്ക്കും കൂടെ സന്തോഷമായി. അങ്ങനെ റഫീഖ ഞങ്ങൾ നല്ല സൗഹൃദമാണ്. അതും ഈ സുഖമായിരിക്കട്ടെ എന്ന സിനിമയിൽ കൂടി ഈ ഞങ്ങളുടെ ബന്ധം തുടർന്നതാണ്. ആ ബന്ധത്തിൽ കൂടി നല്ല ബന്ധമാണ് ഉണ്ടായത്. റഫീഖയാണ് ആ സിനിമയുടെ തിരക്കഥാകൃത്ത്. പിന്നെ അതിൻ്റെ അഭിനയിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസാണ്. മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ്. ഇനി പിന്നെ ഒട്ടനവധി ഉണ്ട്. കാസ്റ്റിംഗ് നടക്കുന്നു. സിദ്ദീഖ ഉണ്ട്. സിദ്ദീഖ ഏട്ടൻ നല്ല ഈ പറഞ്ഞ സുഖമായിരിക്കട്ടെ സിനിമയിൽ കൂടിയുള്ള ആ ബന്ധം ഇപ്പോഴും തുടർന്നു പോകുന്നു. പിന്നെ എൻ്റെ ബിജുബാലാണ് മ്യൂസിക്. അങ്ങനെ അവിടം വരെ എത്തിയിട്ടുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഒക്ടോബർ 20-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ ഈ പരിസരത്തെങ്ങാനും വെച്ച് ഷൂട്ടിംഗ് ഉണ്ടോ? ഞങ്ങൾ അല്ല, ഈ പരിസരത്തല്ല, ഇത് ഇടുക്കി കട്ടപ്പനയിലാണ് ലൊക്കേഷൻ കണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പം എൻ്റെ ഇപ്പം കരുനാഗപ്പള്ളി നഗരസഭ അതുമായിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പോഴത്തേന് എൻ്റെ തിരക്കായതുകൊണ്ട് അതുകൊണ്ടാണ് ഒക്ടോബർ 20-ലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ആ തിരക്കിലേക്ക് നമുക്കൊന്ന് വരാം. എങ്ങനെ പോകുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള പോസ്റ്റും കാര്യങ്ങളും ഒക്കെ? നല്ലതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ സിനിമയും രാഷ്ട്രീയവും രണ്ടായിട്ടാണ്. അതെ അതെ. പക്ഷേ ഞാൻ ഈ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയും കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒട്ടനവധി സമൂഹങ്ങളും ആൾക്കാരുണ്ട്. അതൊരു പക്ഷേ ഞാൻ ഈ രാഷ്ട്രത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അറിയാതെ പോവായിരുന്നു. ഞാൻ ഈ ഇപ്പോൾ കൗൺസിലറായപ്പോഴാണ്, ഈ കൗൺസിലറാകുമ്പോൾ അറിയാമല്ലോ, അതെൻ്റെ വീടാണ്, എൻ്റെ വാർഡ് എൻ്റെ വീടാണ്. അവിടുത്തെ അച്ഛൻ എൻ്റെ അച്ഛനാണ്, അവിടുത്തെ അമ്മ എൻ്റെ അമ്മയാണ്, സഹോദരങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് എന്ന രീതിയിൽ എനിക്ക് ആ വീടുമായിട്ട് ഞാനങ്ങനെ എല്ലാ വീടുകളായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് അവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ. അപ്പം ഒരുപക്ഷെ അവരെ കാഴ്ചയിൽ ബുദ്ധിമുട്ടില്ല, നമുക്ക് തോന്നത്തില്ല, നല്ല വസ്ത്രധാരണമൊക്കെ പോകുന്നുണ്ട്. പക്ഷെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒട്ടനവധി വീടുകളുണ്ട്. അവരെയൊക്കെ എനിക്ക് സഹായിക്കാൻ, കുറച്ചൊക്കെ എങ്കിലും സഹായിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ സിനിമയിലാണെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് വിട്ടിറങ്ങിയാൽ വേറെ ലൊക്കേഷനിൽ, അവിടെ നിന്ന് വേറെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ ഈ ബുദ്ധിമുട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, TRSAC ഫൗണ്ടേഷൻ ഞാൻ രൂപീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോലും അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഇല്ല. ആളുകളെ സഹായിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം റസാക്കയുടെ നാമധേയത്തിൽ കരുനാഗപ്പള്ളിയിൽ എല്ലാ വർഷവും ഓരോ പരിപാടികൾ നടത്തുകയും അവർക്ക് വേണ്ട നിർദ്ധരായിട്ടുള്ളവരെ സഹായിക്കുന്ന ഒട്ടം, അതും എൻ്റെ ബന്ധങ്ങളാണ്. അതിനകത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് TRSAC ഫൗണ്ടേഷൻ. അദ്ദേഹത്തിൻ്റെ ആഗസ്റ്റ് 15-നാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം. ഞാൻ എല്ലാ ചരമദിനത്തിനും ഓരോ കുടുംബങ്ങളെ ഞാൻ സഹായിക്കും നല്ല രീതിയിൽ. അവർക്കുള്ള അവരുടെ കൊച്ചു ധനസഹായമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള രീതിയിൽ ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് എന്താണ് കച്ചവടം, ആ കച്ചവടത്തിനുള്ള ഒരുക്കി കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ വാർഡിൽ ഞാൻ ഒരു അതായത് വീട് പണി തീർത്തിട്ടുണ്ട്, പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ആ വീട്ടിൽ താമസമുണ്ട്, പക്ഷെ കതവ് പോലും ഇല്ലാത്ത ഒരു വീടാണ് ഞാൻ കാണുന്നത്. നമുക്കതൊരു പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നും. ഏറ്റെടുത്തുകൊണ്ട് ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് ഈ 15-ാം തീയതിക്ക് മുമ്പ് പൂർത്തീകരിച്ച് താക്കോൽ കൊടുക്കാനുള്ള ആണ്. അത് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഇനി വരാൻ പോകുന്ന മൂവി വൻ വിജയമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം ഇത്രയും സമയം ഞങ്ങളോട് ചിലവഴിച്ചത്. സന്തോഷം. താങ്ക് യു. ഒരിക്കൽ കൂടി ഇവിടെ എൻ്റെ റേഡിയോയിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ എനിക്കും അതിലേറെ സന്തോഷമാണ്.
ഓക്കെ, താങ്ക് യു.